മുഹറം മാസമായി കഴിഞ്ഞാൽ മുൻഗാമികളായ ആളുകൾ ഇബാദത്തിന് വേണ്ടി പ്രത്യേകമായ സമയം കണ്ടെത്തിയിരുന്നു. പഴയകാലത്ത് നമ്മുടെയൊക്കെ നാടുകളിൽ അധികവും കൂലിപ്പണിക്കാരാ. മുഹറം മാസം പറഞ്ഞാൽ മുഹറം 10-ന് ആ പ്രത്യേക ദ്വായും കാര്യങ്ങളും എല്ലാം കഴിയുന്നതുവരെ ജോലികൾക്കൊന്നും പോകാതെ ഇബാദത്തിൽ മുഴുകുമായിരുന്നു. എന്ത് വിഷയം പറയുമ്പോഴും മുഹറം 10 കഴിയട്ടെ എന്നിട്ടാവാം എന്ന് പറയാറുണ്ടായിരുന്നു. പലരും പഴമക്കാരുടെ ഇത്തരം സംസാരങ്ങളെ ഒരടിസ്ഥാനവുമില്ലാത്തതാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. ഇബാദത്തുകൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുന്നതിനാൽ മറ്റു ജോലികൾക്ക് അവർ തിരിഞ്ഞിരുന്നില്ല എന്ന ന്യായം ശരിയാണ്. എന്നാൽ ആ ന്യായം മാത്രമല്ല അതിനുള്ളത്. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു മൻസൂർ സുബുക്കി അൽ യമനി എന്നവരുടെ ഖരീദത്തുൽ അജായിബ് എന്ന ഗ്രന്ഥത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ലുബാബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, വൽ മുഹറമു അവ്വലുഹു ബലാഉൻ വആഖിറുഹു ഫറജുൻ ഖാലു യാ റസൂലല്ലാഹ് മൻ യസ്ലമു മിൻ ഖാൽ മൻ യൽസിമു ബൈതഹു വയതഅവ്വദു ബിസ്സുജൂദ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വൽ മുഹറമു അവ്വലുഹു ബലാ, മുഹറമിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ബലാ ആണ്, പരീക്ഷണമാണ്. വആഖിറുഹു ഫറജുൻ, അതിന്റെ അവസാന ഭാഗം ഫറജാണ്. ഫറജ് എന്ന് പറഞ്ഞാൽ ഫറാഗ്, രക്ഷ, സലാമത്ത്, കഴിച്ചിലാകൽ എന്നിവയാണ്. അപ്പൊ ആദ്യ ഭാഗം പരീക്ഷണങ്ങളുടെ ഭാഗമാണ് എന്നറിയിക്കുന്ന ഹദീസ് വന്നു. പാലു, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൻ യസ്ലമു മിൻഹു, അതിൽ നിന്ന് ആരാണ് രക്ഷപ്പെടുക? ഖാല, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ യുൽസിമു ബൈതഹു, വീട്ടിലിരിക്കുന്നവൻ, വയതഅബ്ബദു ബിസ്സുജൂദ്, നിസ്കാരം കൊണ്ട് അല്ലാഹുവിൽ നിന്ന് സംരക്ഷണം തേടുന്നവനും നിസ്കരിച്ച് വീട്ടിലിരിക്കുന്നവനാണ് രക്ഷപ്പെടുക എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹറമിന്റെ ആദ്യ ഭാഗങ്ങൾ നിസ്കാരം കൊണ്ടും സുജൂദ് കൊണ്ടും അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ടുമൊക്കെ കഴിച്ചുകൂട്ടേണ്ടതാണ്, വീടിനെ നിർബന്ധമാക്കേണ്ട ദിവസങ്ങളാണ് എന്ന് ഈ ഹദീസ് അറിയിക്കുന്നുണ്ട്. ഹദീസിന്റെ ആധികാരികളെ കുറിച്ച് ഒരുപക്ഷെ ചർച്ചകളും സംശയങ്ങളും ഉണ്ടായേക്കാം. എങ്കിലും ഈ ആശയമാണ് നമ്മുടെ പഴമക്കാരായ ആളുകൾ നമുക്ക് കൈമാറി തന്ന ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് മുഹറമിന്റെ ആദ്യ ഭാഗം വളരെ പവിത്രമായ സന്ദർഭങ്ങളാണ്, സമയങ്ങളാണ്. ഇബാദത്തുകളെ കൊണ്ട്, ദുആ കൊണ്ട് ആ സന്ദർഭങ്ങളെ ധന്യമാക്കാനും ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് അള്ളാഹുവിൽ നിന്നുള്ള വിജയമുണ്ടാകുന്നത്. ഏത് പുണ്യമുള്ള ദിവസമായാലും രാവായാലും അന്നൊക്കെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഇബാദത്ത് കൊണ്ട് നമ്മൾ ആ ദിവസത്തെ ധന്യമാക്കണം. ഇന്നത്തെ എന്റെ ഈ സംസാരം ഈ ദിവസത്തിന്റെ പ്രത്യേകതയെ അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ ഈ രാത്രിയിലെ ഒരു പുണ്യകർമ്മമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക കൂടി ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.